PVC പൈപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഷവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡോയിറ്റീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് PVC പൈപ്പ് വെച്ച് എങ്ങനെ ഒരു ഷവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യം ഇതുപോലുള്ള ഒരു 6 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. അത് നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്യണം. ഒന്നിൻ്റെ അളവ് 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായി 5 mm വീതിയുള്ള പൈപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. മൂന്നാമത്തേത് നമുക്ക് വേണ്ടത് 3.2 സെൻറ്റിമീറ്റർ വീതിയുള്ള PVC ആണ് വേണ്ടത്. നമുക്കിതിൽ 3.2 സെൻറ്റിമീറ്റർ വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 5 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് അത് ഇറക്കി കൊടുക്കാം. ഇതുപോലെ സെൻറ്ററാക്കി വെച്ചതിന് ശേഷം നമുക്കത് ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യം ഒരു PVC ഷീറ്റാണ്. ഇത് PVC പൈപ്പ് നെടുകെ കട്ട് ചെയ്തിട്ട് ചൂടാക്കി നിവർത്തിയെടുത്തതാണ്. അതിൽ നിന്ന് ഇതേപോലെ പൈപ്പിൻ്റെ ഉൾഭാഗം റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 പീസാണ് നമുക്ക് ആവശ്യം. അതിൽ ഒരു പീസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇത് വെള്ളം വരുന്ന പോർഷനാണ്. നമുക്ക് ഈ പീസും ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇതിൽ ഉറപ്പിക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഗം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ PVCയിൽ നമുക്ക് കുറച്ച് മാർക്കിങ്ങുകൾ അടയാളപ്പെടുത്താം. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള പാറ്റേണിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ആ മാർക്കിങ്ങുകളിലൊക്കെ ഈക്വലായിട്ട് വരുന്ന വിധത്തിൽ ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രില്ലുള്ളത് കൊണ്ടാണ് ഞാൻ ഡ്രില്ലിന് ഹോൾ ഇടുന്നത്. ഡ്രില്ലില്ലാത്തവർക്ക് ചെറിയ കമ്പിയൊക്കെ ചൂടാക്കി ഹോൾ ഇടാവുന്നതാണ്. നമ്മളങ്ങനെ അതെല്ലാം ഹോളിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഹോൾ ഇടണം. അതായത് ബാത്റൂമിൽ ഏത് സൈസിലുള്ള പൈപ്പാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഹോളാണ് ഇടേണ്ടത്. ഇപ്പോൾ ഞാനിടുന്നത് 3/4 ഇഞ്ച് പൈപ്പിൻ്റെ ഹോളാണ്. നമ്മളങ്ങനെ അത് ഹോളിട്ട് കഴിഞ്ഞു. അതിനുശേഷം ആ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അകവും പുറവും നന്നായി ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. നമ്മളങ്ങനെ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലെ നമുക്ക് ടോപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്ലൂ ഉപയോഗിച്ച് ഇത് നന്നായി ഉറപ്പിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കുന്നത്. അതങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ബെൻഡ് നമുക്ക് സെറ്റ് ചെയ്യാം. 3/4 ഇഞ്ചിൻ്റെ ബെൻഡാണ്. അതിനുശേഷം 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബാത്റൂമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും, ഭിത്തിയുടെ സൈഡിൽ ഒരു ക്ലാമ്പ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ബാത്റൂമിൽ ഷവറിൻ്റെ പോയിൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ പൈപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും, കടയിൽ നിന്ന് വാങ്ങുന്ന ഷവറിനേക്കാൾ ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അവിടെ വർക്ക് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.